വളരെ മനോഹരമായൊരു പ്രഭാഷണമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടത്. ടി ജി മോഹൻദാസ് സാറിൻ്റെ ചില അബദ്ധധാരണകളും അതിനുള്ള മറുപടിയുമാണ് ജെറി പറഞ്ഞത് നിങ്ങൾ കേട്ടത്. അദ്ദേഹത്തിന് ഇത്രത്തോളം വിവരമുണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വരുമ്പോഴാണ്. അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടിരിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നും. വേറൊന്നുമല്ല, ഈ ആർഷഭാരത സംസ്കാരത്തിൽ മിഷണറിമാർ വന്ന് ചെയ്ത സംഭാവനകൾ ഈ ഭാരതത്തെ നശിപ്പിച്ചു എന്ന് പറയാൻ തോന്നിയ ആ ഗഡ്സിനെ നമ്മൾ ഒന്ന് അനുമോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തു പറ്റിയെന്ന് അറിയത്തില്ല, നമ്മുടെ ആർഷഭാരത സംസ്കാരത്തെ ജെറി അമ്പെ ഫീസ് ഊരിക്കളഞ്ഞായിട്ട് തന്നെ നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് നമ്മുടെ ശശികല ചേച്ചിയാണ്. ചേച്ചിക്ക് എന്നും ക്രിസ്ത്യാനികളോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ഏത് സ്റ്റേജിൽ കിട്ടി കഴിഞ്ഞാലും കൊച്ചിനെ ചോറുണ്ണാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാലും ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് പറയാതെ ചേച്ചിക്ക് ഉറക്കം വരില്ല. അപ്പോൾ ഇന്ന് അതിന് മറുപടി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുകയാണ്. ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി തക്ക സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളാണെങ്കിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ വരും തലമുറ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊന്നും മറുപടി കൊടുത്തില്ല. പക്ഷേ ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിനായി ശ്രീ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിന് ആണ് ശശികല ചേച്ചിക്ക് മറുപടി കൊടുക്കുന്നത്. ചേച്ചിക്ക് മറുപടി കൊടുക്കുന്തോറും വളരെ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഈ ആർഷഭാരത സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എന്നുവെച്ചാൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ദ്രോഹങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വിഷയങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാനും കേൾക്കുവാനുമായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. അതിനായി ശ്രീ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും മേൽ അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമം മാത്രം എന്നുവെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു ഖണ്ഡന പ്രസംഗം നടത്താൻ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിന് വേദിയൊരുക്കി തന്ന ക്രിസ്തുവിൽ പ്രിയപ്പെട്ട എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാക്ഷിയുടെ അതിശക്തമായ മറുപടി പ്രസംഗങ്ങളെ തുടർന്ന് എം അക്ബറും മറ്റ് ദാവാക്കാരും മാളത്തിൽ ഒളിച്ചതുകൊണ്ട് ഒരു ഖണ്ഡന പ്രസംഗം നടത്തിയിട്ട് വർഷങ്ങൾ കുറച്ചായി. അതിൻ്റെ ഒരു വിഷമം സത്യം പറഞ്ഞ മനസ്സിനകത്തുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ടി ജി മോഹൻദാസ് സാറും ശശികല ടീച്ചറുമൊക്കെ മനസ്സ് വെച്ചതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഖണ്ഡന പ്രസംഗവുമായി രംഗത്ത് വരുവാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങളെ രംഗത്തിറക്കിയ ബഹുമാനപ്പെട്ട ടി ജി മോഹൻദാസ് സാറിനും ശശികല ടീച്ചർക്കും കൂടി നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മൾക്കേവർക്കും പ്രിയപ്പെട്ട ജെറി ബ്രദർ വളരെ അക്കാദമിക്കലായും ആധികാരികമായും ടി ജി മോഹൻദാസ് സാറിൻ്റെ വ്യാജവാദങ്ങളെ എനിക്ക് മുമ്പ് ഇവിടെ തുറന്നു കാണിക്കുകയുണ്ടായി. തങ്ങളുടെ ഐഡിയോളജി പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ എങ്ങനെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതെന്നും എങ്ങനെയാണ് ചരിത്രത്തിൽ അധികം ജ്ഞാനമില്ലാത്ത മനുഷ്യരെ യാതൊരു മനസാക്ഷിക്കുന്നുമില്ലാതെ വഞ്ചിക്കുന്നതെന്നും തെളിവുകളും ഡാറ്റയും നിരത്തി ജെറി ബ്രദർ സ്ഥാപിക്കുന്നത് കാണുന്നത് തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. കുറച്ച് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ആ കാഴ്ച വീണ്ടും കാണാൻ സാധിച്ചു. ദൈവം അനുവദിച്ചാൽ മുമ്പിലത്തേതുപോലെ തന്നെ ആ കാഴ്ച നമ്മൾ ഇനിയും കാണും. കാവി ഭീകരന്മാരുടെ കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുകയും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അവരുടെ വ്യാജാരോപണങ്ങളെ ഖണ്ഡിക്കുകയും ചെയ്യുന്ന പരിപാടി ഞങ്ങൾ ഈ ഒറ്റ പ്രോഗ്രാമോടുകൂടി അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം അനുവദിക്കുന്ന പക്ഷം തുടർന്ന് ഞങ്ങൾ ഇത്തരം പ്രോഗ്രാമുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്നതാണ്. എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും പ്രാർത്ഥന അതിനുവേണ്ടി ഞങ്ങൾ ചോദിക്കുകയാണ്. നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. ശശികല ടീച്ചറുടെ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇനി 2.5% വരുന്ന ക്രിസ്ത്യാനിയിലേക്ക് വരിക. അവർക്ക് ഈ മണ്ണിൽ മതം പ്രചരിപ്പിക്കുന്നതിനോ ആരാധനാലയങ്ങൾ കെട്ടുന്നതിനോ ഇവിടുത്തെ ഹൈന്ദവ ഭരണാധികാരികൾ എതിർത്തിട്ടുണ്ടോ? ഹൈന്ദവ ഭൂരിപക്ഷം എതിർത്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു പക്ഷേ, കാരണം കേറി മുറത്തിൽ കയറി കത്താൻ തുടങ്ങിയപ്പോ നിങ്ങൾ റോട്ടിൽ കുരിശു വെച്ചപ്പോ ആരും എതിർത്തില്ല, പള്ളികൾക്ക് മുകളിൽ കുരിശു വെച്ചപ്പോ ആരും എതിർത്തില്ല. വന്ന് അവസാനം നമ്മുടെ നെഞ്ചത്ത് തന്നെ വെക്കണമെന്നൊരവസ്ഥ വന്നപ്പോൾ ചിലയിടത്തെങ്കിലും
വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സ്വാഭാവികമായ ആരാധനാ രീതികളുമായി മുന്നോട്ട് പോകുവാനോ ആരാധനാലയങ്ങൾ കെട്ടുവാനോ കച്ചവടം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ മണ്ണില് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. മതത്തെ ഒരു കച്ചവട ചരക്കാക്കി താഴ്ത്തിയില്ലായിരുന്നുവെങ്കിൽ എവിടെയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യം അനുഭവപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? ശശികല ടീച്ചർ പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് ഈ മണ്ണിൽ മതം പ്രചരിപ്പിക്കുന്നതിനോ ആരാധനാലയങ്ങൾ കെട്ടുന്നതിനോ ഇവിടുത്തെ ഹൈന്ദവ ഭരണാധികാരികൾ എതിർത്തിട്ടുണ്ടോ, ഹൈന്ദവ ഭൂരിപക്ഷം എതിർത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. പൊതുവെ ആരും ക്രൈസ്തവ പക്ഷത്തു നിന്ന് ആരും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് കാണാറില്ല. എല്ലാവരും അവർ പറയുന്ന ഇത്തരം കാര്യങ്ങളെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. പല സുവിശേഷകന്മാരും പാസ്റ്റർമാരും പള്ളിയിലെ അച്ഛന്മാരും സഭയിലെ മൂപ്പന്മാരും ഒക്കെ ഇതേ കാര്യം പറയുന്നത് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഹിന്ദുക്കൾ വളരെ മതസഹിഷ്ണുതയുള്ളവരാണ്, ക്രിസ്ത്യാനികളോട് അവർ വളരെ വിശാല മനസ്കത കാണിച്ചിട്ടുണ്ട്, മതപ്രചരണത്തിനുള്ള സൗകര്യങ്ങൾ എല്ലാ ഹൈന്ദവ ഭരണാധികാരികളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പാസ്റ്റർമാരായാലും സുവിശേഷകന്മാരായാലും അച്ഛന്മാരായാലും മൂപ്പന്മാരായാലും പ്രസംഗിക്കുന്നത് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ്. ഇത് ഒരു ജനപ്രിയ നുണയാണ്, പോപ്പുലർ ലൈ എന്ന് പറയും. നുണയാണ്, പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്നു, ജനങ്ങൾക്കത് കേൾക്കുന്നതും പ്രിയമാണ്. അങ്ങനെയുള്ള നുണയാണത്. ഇത്തരം ഒരു കാര്യം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. ഇവർ പറയുന്നത് പോലെ, അതായത് ശശികല ടീച്ചർ ആയാലും നമ്മുടെ ആളുകളായാലും പറയുന്നത് പോലെ ഇങ്ങനെ ഒരു കാര്യം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ എത്രത്തോളം ഉപദ്രവിക്കാമോ അത്രത്തോളം അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഹൈന്ദവ ഭരണാധികാരികളെയും ഹൈന്ദവ ജനങ്ങളെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കളെയും കുറിച്ചാണ് പറയുന്നത്. എത്രത്തോളം ക്രൈസ്തവരെ ഉപദ്രവിക്കാമോ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട്. ക്രൈസ്തവരുടെ ആരാധനകൾ മുടക്കിയിട്ടുണ്ട്, അവരുടെ ആരാധനാലയങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്, അവർ സുവിശേഷം അറിയിക്കുന്നത് വിലക്കിയിട്ടുണ്ട്, അവരുടെ വിദ്യാലയങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളോട് മാത്രമല്ല, വേറെ മതത്തിൽപ്പെട്ട ആൾക്കാരോടും ഹിന്ദുക്കൾ ഇങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. മതസഹിഷ്ണുത എന്ന് പറയുന്നത് പഴയ കാലത്തെ ഹിന്ദുക്കളുടെ 7 അയലത്തുകൂടി പോയിട്ടില്ലാത്ത ഒരു സാധനമാണ്. ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ഇന്നത്തെ ഹിന്ദുത്വവാദികൾ പറയുന്നതേ ക്രിസ്തു മതവും ഇസ്ലാം മതവും വിദേശ മതങ്ങളാണ്, പുറമേ നിന്ന് ഇങ്ങോട്ട് വന്നതാ, വിദേശമാണ്. വിദേശ മതങ്ങൾക്ക് ഇന്ത്യയുടെ മണ്ണിൽ സ്ഥാനമില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ ഈ വാദം കേട്ടാൽ തോന്നുക വിദേശ മതങ്ങളോടെ ഹിന്ദുക്കൾക്ക് പ്രശ്നമുള്ളൂ, സ്വദേശ മതങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല, സ്വദേശത്തുള്ള മതങ്ങളെല്ലാം ഞങ്ങൾ സഹിഷ്ണുതയോടെ ഇടപെട്ടിട്ടുള്ളൂ, അത്തരം മതങ്ങളെ ഞങ്ങൾ എല്ലാ വിധത്തിലും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നുക. എന്നാൽ അതാണോ യാഥാർത്ഥ്യം? ആണോ? ഇന്ത്യയിലുണ്ടായ 2 മതങ്ങളല്ലേ ബുദ്ധമതവും ജൈനമതവും, അല്ലേ? അത് തികച്ചും സ്വദേശി മതങ്ങളല്ലേ, വിദേശത്തു നിന്ന് വന്നതൊന്നും അല്ലല്ലോ. കേരളത്തിൽ BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 8-ാം നൂറ്റാണ്ട് വരെ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജൈനന്മാരുണ്ടായിരുന്നു, ജൈനമതക്കാർ. കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും ആലപ്പുഴയിലും മറ്റ് പലയിടങ്ങളിലും ജൈനക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എവിടെ പോയി അവിടുത്തെ ജൈനന്മാരെല്ലാം? അവിടെ ഉണ്ടായിരുന്ന ജൈനന്മാരെ അവരെവിടെ പോയി? അതുപോലെ BC 3-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ ബുദ്ധമതക്കാരുണ്ടായിരുന്നു. ജൈനന്മാരെക്കാൾ കൂടുതൽ സ്വാധീനം കേരളത്തിൽ ബുദ്ധമതക്കാർക്ക് ഉണ്ടായിരുന്നു. എവിടെ പോയി ആ ബുദ്ധമതക്കാരെല്ലാം? അവരുടെ ക്ഷേത്രങ്ങൾ എവിടെ? ഇന്ന് പല ഹൈന്ദവ ക്ഷേത്രങ്ങളും ഒരു കാലത്ത് ബുദ്ധന്മാരെ ആരാധിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ബുദ്ധന്മാരുടെ പഗോഡകളും മറ്റുമൊക്കെയായിരുന്നു, ബുദ്ധക്ഷേത്രങ്ങളായിരുന്നു. ഇവർ പിടിച്ചെടുത്തതാ. അത് പിടിച്ചെടുത്തത് ക്രിസ്ത്യാനികളല്ല, മുസ്ലിങ്ങളല്ല, യഹൂദന്മാരല്ല, ഹിന്ദുക്കളാണ്, ഹൈന്ദവരാണ് പിടിച്ചെടുത്തത്. ആ ബുദ്ധന്മാരെയൊക്കെ ഇവിടെ നിന്ന് കുറേ ഓടിപ്പിച്ച് കളഞ്ഞു, കുറേ എണ്ണത്തിനെയൊക്കെ പിടിച്ച് മതം മാറ്റി ഹിന്ദുക്കളുമാക്കി. അതാണ് ചെയ്തത്. നിർബന്ധിത മതം മാറ്റം ആണ് നടത്തിയത്, നിർബന്ധിത മതം മാറ്റം. ഈ മതസഹിഷ്ണുതയുണ്ട് എന്ന് എല്ലാവരും പറയുന്ന ഹിന്ദുക്കളാണ് ഈ 2 മതത്തെയും കേരളത്തിൽ, 2 മതത്തെയും മതക്കാരെയും കേരളത്തിൽ ഇല്ലാതാക്കിയത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി കേരളത്തിൽ മാത്രമാണോ ഇത്? അല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ഇത് തന്നെയാണ് ഇവർ ജൈനന്മാരോടും ബുദ്ധന്മാരോടും കാണിച്ചിട്ടുള്ളത്.
ഇന്ത്യയിലും ഇത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. 2011 സെൻസസ്, കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് 2021 സെൻസസ് എടുത്തിട്ടില്ല. എന്നാൽ 2011 സെൻസസ്, ആ സെൻസസ് അനുസരിച്ച് ജൈനമതക്കാർ ഇന്ത്യയിൽ 0.4% താഴെയാണ്. അതായത് 0.5% പോലും ഇല്ല. 0.5 ആണെങ്കിലേ നമുക്ക് 0.5% എന്ന് പറയാൻ പറ്റുള്ളൂ. 4% താഴെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 0.37% അത്രയേ ഉള്ളൂ. അതാണ് ജൈനന്മാരുടെ ജനസംഖ്യ ഇന്ത്യയിലിപ്പോൾ. ഇനി അതേ സെൻസസ് 2011 അതേ സെൻസസ് അനുസരിച്ച് ബുദ്ധമതക്കാർ 0.8% അല്ലെങ്കിൽ 8% താഴെ. 1% ഇല്ല. ജൈനന്മാർ 0.5% ഇല്ല, ബുദ്ധന്മാർ 1% ഇല്ല, അതിൻ്റെ താഴെയാണ്. രണ്ടുപേരും കൂടി ചേർന്നാൽ പോലും ഇന്ത്യൻ ജനസംഖ്യയുടെ 1.5% എത്തുകയില്ല. 1.5% ഉണ്ടല്ലോ, അത് എത്തുകയില്ല. 1.5% താഴെ ഉള്ളൂ. ഒരു കാലത്ത് ഈ രണ്ട് മതക്കാരും കൂടി ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് പാതിയോളം വരുമായിരുന്നു. 50% അടുത്ത് വരുമായിരുന്നു ഒരു കാലത്ത്. അത്രയധികം ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പഴയകാലത്തെ പല രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിക്കുകയും ബുദ്ധമതം പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, മഹാനായ അശോകൻ കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. എന്നിട്ട് ബുദ്ധമത പ്രചരണത്തിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയല്ല, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള ഇന്ത്യയാണ്, അവിടേക്കൊക്കെ ആൾക്കാരെ അയച്ചു. ശ്രീലങ്കയിലേക്ക് അയച്ചു, പലയിടങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത്രയധികം ഉണ്ടായിരുന്ന ബുദ്ധമതക്കാർ എവിടെ പോയി? ഒരു കാലത്ത് 50% അല്ലെങ്കിൽ പാതിയോളം വരുന്ന ആ കൂട്ടരാണ് ഇന്ന് 1% താഴെയായിരിക്കുന്നത്. 1% താഴെയായിരിക്കുന്നത്. അപ്പം ചോദ്യം ഇതാണ്, ആരാണ് ബുദ്ധമതക്കാരെയും ജൈനമതക്കാരെയും ഇന്ത്യയിൽ നിന്നും ഇല്ലാതാക്കിയത്? മതസഹിഷ്ണുതയുണ്ട് എന്ന് എല്ലാവരും പുകഴ്ത്തുന്ന ഹിന്ദുക്കളാണത് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. ഹിന്ദുക്കളാണ്. മതസഹിഷ്ണുതയുടെ കാര്യത്തിൽ ഇസ്ലാമിനും ഹിന്ദുയിസത്തിനും ഒരേ നിലപാടാണ് ഉള്ളത്. ഒരേ നിലപാട്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണവ. ഞാനിത് പറയുമ്പോൾ പലർക്കും അതിശയോക്തിയാണെന്ന് തോന്നാം, അവിശ്വസനീയമായിട്ട് തോന്നാം. അങ്ങനെയൊന്നുമല്ല. 100% ചരിത്ര വസ്തുതയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്നത്. ചരിത്ര വസ്തുതയാണ്. ചരിത്രത്തിൽ നിന്ന് ഇഷ്ടംപോലെ തെളിവുകൾ എടുത്തു കാണിക്കാനുണ്ട്. ആ തെളിവുകൾ നിങ്ങളുടെ മുൻപാകെ നിരത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡരും ആദിദ്രാവിഡരുമായ ജനങ്ങൾ, ഇവിടെ ഉണ്ടായിരുന്ന പൂർവ്വനിവാസികൾ, ദക്ഷിണേന്ത്യയിലെ പൂർവ്വനിവാസികൾ മറ്റ് മതസ്ഥരെ ദക്ഷിണേന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അവർ തുറന്ന മനസ്സോടുകൂടെ, നിറഞ്ഞ ഹൃദയത്തോടുകൂടെ, വിശാലമായ ആ മതസഹിഷ്ണുതയോടുകൂടെ പുറമേ നിന്ന് വന്ന വ്യത്യസ്തരായ മതക്കാരെയൊക്കെ അവരിവിടേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. യഹൂദന്മാർ വന്നു, അവർ സ്വാഗതം ചെയ്തു, യഹൂദന്മാർ ഈ മണ്ണിൽ താമസിച്ചു. ജൈനമതക്കാർ വന്നു, അവർ സ്വാഗതം ചെയ്തു, ജൈനമതക്കാർ ഇവിടെ താമസിച്ചു. ബുദ്ധമതക്കാർ വന്നു, അവർ സ്വാഗതം ചെയ്തു, ബുദ്ധമതക്കാർ ഇവിടെ താമസിച്ചു. അതിനുശേഷം ക്രിസ്ത്യാനികൾ വന്നു, ക്രിസ്ത്യാനികളെയും സ്വാഗതം ചെയ്തു, അവരും ഇവിടെ താമസിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഈ ദ്രാവിഡരും ആദിദ്രാവിഡരുമായ ആ ജനങ്ങളോടൊപ്പം സഹവർത്തിത്വം നടത്തിയവർ, സഹിഷ്ണുതയോടുകൂടെ സഹവർത്തിത്വം ചെയ്തു. ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇതേപോലെ തന്നെ വേറൊരു കൂട്ടർ വന്നു, വിന്ധ്യപർവ്വതം കടന്നു, പിന്നെ കടൽത്തീരം വഴിയുമായിട്ട് വന്നു. വേദാന്ത മതക്കാർ അല്ലെങ്കിൽ ബ്രാഹ്മണ മതക്കാരെന്നൊക്കെ പറയുന്ന കൂട്ടർ, ഇന്നത്തെ ഹിന്ദു മതത്തിൻ്റെ ആ പൂർവിക ടീം, അവരും വന്നു. അവർ വന്നപ്പോൾ ഈ ദ്രാവിഡരുടെയും ആദിദ്രാവിഡരുടെയും ജീനുകൾ വഹിക്കുന്ന എല്ലാ മതവിഭാഗക്കാരും അവരെയും സ്വാഗതം ചെയ്തു. ഈ മണ്ണിൽ താമസിക്കാൻ അനുവാദം കൊടുത്തു. പക്ഷെ എന്തുണ്ടായെന്നറിയാമോ? ഇതിനു മുമ്പ് വന്ന ആൾക്കാരെ പോലെ ആയിരുന്നില്ല ഈ കൂട്ടർ. ഈ വേദാന്ത മതക്കാർ, സനാതന മതക്കാർ, ആർഷ സംസ്കാരം എന്നൊക്കെ പറയുന്ന, ആർഷമതക്കാരെന്നൊക്കെ പറയുന്ന ഈ കൂട്ടരുണ്ടല്ലോ, ഇതിനു മുമ്പുണ്ടായിരുന്ന ആളുകളെ പോലെ ആയിരുന്നില്ല അവർ. നന്ദി എന്ന് പറയുന്ന സാധനം അവരുടെ 7 അയലത്ത് കൂടി പോയിട്ടില്ല. തികച്ചും നന്ദി കെട്ടവരായ അക്കൂട്ടർ എന്താണ് ചെയ്തതെന്നറിയാമോ? ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ പല തട്ടുകളായി തിരിച്ചു. വർണ്ണവ്യവസ്ഥ അടിച്ചേൽപ്പിച്ചു, ജാതി വ്യവസ്ഥ, അതിനകത്ത് ഉപജാതി, ഇങ്ങനെയൊക്കെ പലതും അടിച്ചേൽപ്പിച്ചിട്ട് അവർക്ക് അഭയം കൊടുത്ത അല്ലെങ്കിൽ അവരെ സ്വാഗതം ചെയ്ത ആ ജനങ്ങളെ, ഈ മണ്ണിൻ്റെ മക്കളായിരിക്കുന്ന ആ യഥാർത്ഥ മനുഷ്യരെ, ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരായിരിക്കുന്ന ആളുകളെ അവർ തങ്ങളുടെ കാൽ കീഴിലാക്കി വെച്ചു. തങ്ങളുടെ അടിമകളാക്കി, തങ്ങളുടെ കാൽ കീഴിലാക്കി അവർ ചവിട്ടി മെതിച്ചു കളഞ്ഞു. അതാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. നമ്മൾ ഓർക്കണം, ഈ ബ്രാഹ്മണ മതക്കാരുടെ വാസസ്ഥാനമായിരുന്ന ആര്യാവർത്തമുണ്ട്.
ഈ ആര്യാവർത്തത്തിനകത്ത് ബാക്കി ഒരു കൂട്ടർക്ക് സ്വാഗതം ലഭിച്ചിരുന്നില്ല. ഇവരാരെയും അവിടേക്ക് സ്വാഗതം ചെയ്തിട്ടില്ല. ദ്രാവിഡർ സ്വാഗതം ചെയ്തു, ആദി ദ്രാവിഡർ സ്വാഗതം ചെയ്തു. പക്ഷേ ഈ ആര്യമതക്കാരെയും സ്വാഗതം ചെയ്തിട്ടില്ല. ബ്രാഹ്മണ മതക്കാർ അല്ലെങ്കിൽ ആര്യാവർത്തത്തിൽ നിന്ന് വന്ന ഈ ടീംസ് ഇവിടെ വന്ന് അവർക്കിവിടെ ആധിപത്യമൊക്കെ സിദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവർ ചെയ്തത് ആര്യാവർത്തത്തിലേതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഇവിടെ പിന്നീട് പ്രവേശനം നിഷേധിച്ചു. ഈ ദക്ഷിണേന്ത്യയിലേക്ക്, അല്ലെങ്കിൽ ഒന്നുകൂടി നമ്മളുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിനകത്തേക്ക് അതിനു മുമ്പ് വന്നിരുന്ന എല്ലാവരെയും ദ്രാവിഡർ സ്വാഗതം ചെയ്തപ്പോൾ ഈ കൂട്ടർ ഇവർക്ക് ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ടീംസ്, സനാതന മതക്കാരെന്ന് പറയുന്നവർ, അവർക്കിവിടെ പ്രമാണിത്വമുണ്ടായപ്പോൾ, അവർക്കിവിടെ അധികാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ബാക്കിയുള്ളവരിങ്ങോട്ട് വരുന്നതിനെ അവർ തടഞ്ഞു. ആര്യാവർത്തത്തിൽ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആര്യാവർത്തത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് ആയുധത്തിൻ്റെ ബലത്തിലാണ്. ആക്രമണ മാർഗത്തിലൂടെ മാത്രമേ അതിനകത്തേക്ക് പ്രവേശനം കിട്ടിയിട്ടുള്ളൂ. മുസ്ലിങ്ങൾ വന്നത് ആയുധവുമായിട്ടാണ്. കേരളത്തിലേക്കല്ല, അവിടെ അഫ്ഗാനിസ്ഥാൻ വഴി, ഇറാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി വന്നു. ആയുധവുമായിട്ടാണ് വന്നത്. വേറെ നിവൃത്തിയില്ല, കീഴടങ്ങി കൊടുക്കേണ്ടി വന്നു. അതുപോലെ പോർച്ചുഗീസുകാർ വന്നു, ആയുധവുമായിട്ടാണ് വന്നത്. അവർക്ക് കുഴപ്പമില്ല, ഇവരതിനൊക്കെ ഓക്കെ പറഞ്ഞു. ആയുധമായിട്ട് വരുമ്പോൾ ഒരു പ്രശ്നമില്ല ഇവർക്ക്. എന്നാൽ സമാധാന മാർഗത്തിൽ ആരെങ്കിലും വന്നാൽ ഇവരവിടെ വലിയ ആൾ കളിക്കും. ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല, ഞങ്ങൾ ഒരുത്തിനെയും ഇങ്ങോട്ട് കയറ്റില്ല എന്ന് പറയും. അതാണ് ഇവരുടെ പരിപാടി. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ആയുധവുമായിട്ട് വരുന്ന ആളുകളെ തടയാൻ പോയാൽ തല കാണില്ല എന്ന് തിരിച്ചറിയാനുള്ള ബോധം ബ്രാഹ്മണർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ തടയാതിരുന്നത്. അല്ലാതെ മതസഹിഷ്ണുത കൊണ്ടൊന്നുമല്ല. മതസഹിഷ്ണുത ഉണ്ടായിരുന്നെങ്കിൽ ആയുധമില്ലാതെ വരുന്നവരെയും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കണമായിരുന്നു. അതവർ ചെയ്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ ചരിത്ര വസ്തുതകളാണ്. ദ്രാവിഡരുടെയും ആദി ദ്രാവിഡരുടെയും മതസഹിഷ്ണുതയും വിശാല മനസ്കതയും എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ യാതൊരു നാണവുമില്ലാതെ സനാതനികൾ ഏറ്റെടുക്കുകയാണ്. ദ്രാവിഡരും ആദി ദ്രാവിഡരും ഇവിടെ മറ്റുള്ളവരെ സ്വീകരിച്ച കാര്യം അവരിപ്പോൾ അവരുടെ അക്കൗണ്ടിലാണ് പറയുന്നത്. ഞങ്ങൾ ഹിന്ദുക്കളാണ് ഇവരെയൊക്കെ സ്വീകരിച്ചത്. ഇല്ല, ഹിന്ദുക്കൾ അത് ചെയ്തിട്ടില്ല. അത് ഞാൻ ആവർത്തിച്ച് പറയാൻ, ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദുക്കളല്ല ചെയ്തിരിക്കുന്നത്. ദ്രാവിഡരുടെയും ആദി ദ്രാവിഡരുടെയും മതമെന്ന് പറയുന്നത് ഹിന്ദു മതമായിരുന്നില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ദ്രാവിഡരുടെയും ആദി ദ്രാവിഡരുടെയും ഈ പ്രവർത്തനമൊക്കെ അവരുടെ സ്വന്തം അക്കൗണ്ടിൽ അവർ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ശശികല ടീച്ചറിനെ പോലെയുള്ളവർ ഇത്ര ധൈര്യപൂർവ്വം നിന്ന് ചോദിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ഈ മണ്ണിൽ മതം പ്രചരിപ്പിക്കുന്നതിനോ ആരാധനാലയങ്ങൾ കെട്ടുന്നതിനോ ഇവിടുത്തെ ഹൈന്ദവ ഭരണാധികാരികൾ എതിർത്തിട്ടുണ്ടോ, ഹൈന്ദവ ഭൂരിപക്ഷം എതിർത്തിട്ടുണ്ടോ എന്ന്. അത് മറ്റവരുടെ ദ്രാവിഡരുടെയും ആദിദ്രാവിഡരുടെയും പ്രവൃത്തികൾ ഇവർ സ്വന്തം അക്കൗണ്ടിലേക്ക് വെക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ അവർക്ക് സാധിക്കുന്നത്. എന്നാൽ ഇനി ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ പോകുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കൾ, ശശികല ടീച്ചർ ചോദിച്ചതുപോലെ തന്നെ ഹൈന്ദവ രാജാക്കന്മാരായാലും ഹൈന്ദവ ജനതയായാലും അവർ ക്രിസ്ത്യാനികളെ എതിർത്തിട്ടുള്ള ചരിത്രമാണ്. ചരിത്രമറിയാത്ത ശശികല ടീച്ചർക്കും കൂട്ടർക്കും മനസ്സിലാകാൻ വേണ്ടി, അവർക്ക് മാത്രമല്ല ചരിത്രമറിയാത്ത ക്രിസ്ത്യാനികൾക്കും മനസ്സിലാകാൻ വേണ്ടി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ചരിത്രമാണ്. ക്രിസ്ത്യാനികളോട് എങ്ങനെയാണ് ഇവിടെ ആദ്യകാലത്ത് ഇവരിടപെട്ടിട്ടുള്ളത് എന്ന്. ക്രിസ്ത്യാനികളെന്ന് ഞാൻ പറയുന്നത് പോർച്ചുഗീസുകാരെയും മറ്റേ അല്ല കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പണ്ടേ ഉള്ള നസ്രാണി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കൂട്ടരോടുമല്ല. സുവിശേഷവുമായി ഇങ്ങോട്ടേക്ക് വന്ന പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരായിരിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളായിരിക്കുന്ന ആൾക്കാർ. അവരോട് എങ്ങനെ ഇടപെട്ടു എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോടിനി പറയാനായിട്ട് പോകുന്നത്. വി നാഗം അയ്യ രചിച്ച ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വോളിയം 1 പേജ് 296 നിന്നുള്ളൊരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കുകയാണ്. അതേ കാലഘട്ടത്തിൽ കന്യാകുമാരിക്ക് സമീപമുള്ള കുമരിമുട്ടത്ത് താമസിച്ചിരുന്ന ക്രിസ്ത്യൻ പരവ സമുദായക്കാരെ ഹിന്ദുക്കൾ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. കൊല്ലവർഷം 701 മീനം 20, അതായത് AD 1526 ക്രിസ്ത്യൻ പരവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി ഭൂതല വീര ഉദയ മാർത്താണ്ഡവർമ്മയുടെ രാജമുദ്ര പതിപ്പിച്ച ഒരു രാജകീയ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ഈ വിളംബരം എഴുതിയിട്ടുള്ള തൂണ് ഇപ്പോഴും കന്യാകുമാരിക്കടുത്ത് മൂത്തനൈനാർ വിളൈ എന്ന വയലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് 1526 ഒരു ശിലാശാസനത്തെക്കുറിച്ചാണ്. 1526 എന്ന് പറയുമ്പോൾ 16-ാം നൂറ്റാണ്ടിലെ കാര്യം. അക്കാലത്തെ സനാതനികൾ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ,
അല്ലെങ്കിൽ പരവജാതിയിൽ നിന്ന് മതം മാറി ക്രിസ്തു മതം സ്വീകരിച്ച ആളുകളെ, കത്തോലിക്കരാണ്, അന്ന് ഇവിടെ പ്രൊട്ടസ്റ്റന്റുകാരില്ല, ആ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്നതായും ക്രിസ്ത്യാനികൾ രാജാവിനോട് പരാതിപ്പെടുകയും ചെയ്തതായിട്ട് നമുക്കിതിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരങ്ങനെ പരാതിപ്പെട്ടതുകൊണ്ടാണ് രാജാവ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്ന് തിരുവിതാംകൂറില്ല, അന്ന് വേണാടെന്ന് പറയുന്ന ചെറിയ നാട്ടുരാജ്യമേ ഉള്ളൂ, തിരുവിതാംകൂറില്ല. ഈ വേണാടെന്ന് പറയുന്ന ആ ചെറിയ നാട്ടുരാജ്യത്തെ തിരുവിതാംകൂർ എന്ന ഒരു വലിയ രാജ്യമാക്കിയിട്ട്, അക്കാലത്തെ ഇത് നോക്കുമ്പോൾ മറ്റ് നാട്ടുരാജ്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വലിയ രാജ്യമായിരുന്നു തിരുവിതാംകൂർ. അപ്പം അങ്ങനെ ഒരു വലിയ നാട്ടുരാജ്യമാക്കി മാറ്റിയതിന് ശേഷം മാർത്താണ്ഡവർമ്മ ആ രാജ്യത്തെ ശ്രീപത്മനാഭന് സമർപ്പിക്കുകയുണ്ടായി. അതോടെ തിരുവിതാംകൂർ ഒരു ഹിന്ദു രാഷ്ട്രമായി തീർന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ചരിത്രകാരന്മാരും പണ്ഡിതന്മാരുമായ ആളുകൾ പറയുന്നതാണ്. തെളിവിനായിട്ട് ഞാൻ ഒന്ന് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. PK ഗോപാലകൃഷ്ണൻ എഴുതിയ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം പേജ് 344 പറയുന്നത് ഇങ്ങനെയാണ്: മാർത്താണ്ഡവർമ്മയുടെ ഭരണ നടപടികളിൽ സുപ്രധാനമായ ഒരിനം അദ്ദേഹം തൻ്റെ രാജ്യത്തെ ശ്രീപത്മനാഭന് സമർപ്പിച്ചു എന്നുള്ളതാണ്. AD 1749 അദ്ദേഹം രാജ്യത്തെ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ടും അദ്ദേഹവും അനന്തര തലമുറകളും പത്മനാഭദാസൻ എന്ന നിലയിൽ ഭരണം നടത്തുവാൻ തീർച്ചയാക്കി. കേരളത്തിൽ ഇത്രയും കാലം നിലനിന്നിരുന്ന തിയോക്രാറ്റിക് ഭരണകൂടത്തിൻ്റെ സമ്പൂർണ്ണ ഭാവമാണ് ഇതോടെ പ്രത്യക്ഷപ്പെട്ടത്. ഭദ്രദീപം, മുറജപം തുടങ്ങിയ ആഘോഷങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടു. ബ്രാഹ്മണർക്ക് നിത്യഭോജനത്തിനുള്ള അനേകം ഊട്ടുപുരകൾ സ്ഥാപിക്കപ്പെട്ടു. ബ്രാഹ്മണർക്ക് ദാനം നിർവഹിക്കുന്ന കാര്യത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ അത്യുദാരമായ നടപടികൾ സ്വീകരിക്കപ്പെട്ടു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബ്രാഹ്മണാധിപത്യം കൊടികുത്തി വാഴുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാക്കി രാജ്യത്തെ രൂപപ്പെടുത്തി. PK ഗോപാലകൃഷ്ണൻ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം പേജ് 344. നമുക്കറിയാം, ഏതൊരു രാജ്യവും മതരാജ്യമായി തീർന്നാൽ അവിടെയുള്ള മറ്റ് മതക്കാരുടെ കാര്യം വളരെ കഷ്ടത്തിലായിരിക്കും. അത് ഏത് മതം, ഇന്ന മതമൊന്നുമില്ല. ഇപ്പോൾ ക്രിസ്തുമതമാണെങ്കിലും അങ്ങനെ ക്രിസ്തുമതത്തിൻ്റെ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അങ്ങനെ ക്രിസ്തുമതത്തിൻ്റെ രാജ്യം എന്ന് പറയാനൊന്നുമില്ല. ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുണ്ട്, അതൊക്കെ. പക്ഷേ ക്രിസ്തുമത രാജ്യം എന്ന് പറയുന്ന രാജ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു രാജ്യം ഉണ്ടായാലും അത് ശരിയല്ലാന്നേ നമ്മൾ പറയുകയുള്ളൂ. പൊളിറ്റിക്സ്, രാഷ്ട്രീയം വേറെ, മതം വേറെ, രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അതാണ് നമ്മളുടെ നിലപാട്. ബൈബിളിൻ്റെ നിലപാട് അതാണ്. കർത്താവ് അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിനെന്ന് പറഞ്ഞതോടുകൂടി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: സീസർ ഭരണാധികാരി, രാഷ്ട്രീയം, രാഷ്ട്രസംബന്ധമായ കാര്യങ്ങൾ അത് വേറെ, ദൈവത്തിൻ്റെ കാര്യം അത് വേറെ, രണ്ടാണ്, ഇത് കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളത് ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ മതരാജ്യത്തെ, അത് ക്രിസ്തു മതരാജ്യമാണെങ്കിലും ശരി, അത് പാടില്ല എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുന്നത്. അപ്പോൾ ഏതൊരു രാജ്യമായാലും അതൊരു മതരാജ്യമായി തീർന്നാൽ അവിടെയുള്ള മറ്റ് മതക്കാരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും, വളരെ കഷ്ടത്തിലായിരിക്കും. അതുതന്നെയാണ് തിരുവിതാംകൂറിലും ഉണ്ടായത്. എന്നാൽ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ, തിരുവിതാംകൂറിലെ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യസ്തതയുണ്ട്. അവിടെ മറ്റു മതക്കാർക്ക് മാത്രമല്ല, ശൂദ്രന്മാർക്കും അവർണർക്കും ആ രാജ്യത്തിനകത്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മറ്റു മതക്കാർക്ക് മാത്രമല്ല, ഇന്ന് ഹിന്ദു മതക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന, ഹിന്ദുമതത്തിന് വേണ്ടി ജയ് വിളിക്കാൻ നടക്കുന്ന, ആർഷ സംസ്കാരം തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന അവർണരും ദളിതരുമായ ആളുകളുണ്ട്. എനിക്കറിയാം, കുറേ പേരറിയാം, അവർണ സംഘികളും ദളിത് സംഘികളും. അങ്ങനെയുള്ളവർ, അവരുടെയൊക്കെ പൂർവികരുടെ അവസ്ഥ ഇവിടെ മോശമായിരുന്നു. ക്രിസ്ത്യാനികളുടെ അവസ്ഥ മോശമാണ്, മുസ്ലിങ്ങളുടെ അവസ്ഥ മോശമാണ്. അത് പ്രത്യേകിച്ച് പറയണ്ട, ഹിന്ദു രാഷ്ട്രമാകുമ്പോൾ സ്വാഭാവികമാണ്. പക്ഷേ ഹിന്ദുക്കളെന്ന് ഇന്ന് പറഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥയും മോശമായിരുന്നു. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. തിരുവിതാംകൂർ ഒരു ഹിന്ദു രാഷ്ട്രമായതോടെ മനുസ്മൃതി അനുസരിച്ചുള്ള ആർഷ സംസ്കാര നിയമങ്ങൾ അനുസരിച്ചാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. ആ ഭരണത്തിൻ്റെ കീഴിൽ ഇന്ന് ആർഷ സംസ്കാരം തിരികെ കൊണ്ടുവരണം എന്ന് പറയുന്ന, സംഘപരിവാറിന് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന ശൂദ്ര, അവർണ, ദളിത് സംഘികളുടെ പൂർവികർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. മാതാവടിയാർ എഴുതി 1930 പ്രസിദ്ധീകരിച്ച ദേവസഹായം പിള്ള ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ ആമുഖോപന്യാസത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. നായന്മാരും പാണ്ടിപ്പിള്ളമാരും നല്ല വിളവുള്ള നിലം, പുരയിടങ്ങളെ കൈവശപ്പെടുത്തി അവർണരെ കൊണ്ട് ജോലി ചെയ്യിച്ച് രാജഭോഗം കൊടുത്തു വന്നു.
സാധുക്കളായ അവർണർക്ക് ജീവിതകാലം മുഴുവനും അടിമവേല ചെയ്ത് ജീവിക്കുന്നതിനല്ലാതെ ഭൂസ്വത്ത് സമ്പാദിക്കുന്നതിനോ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നതിനോ മുട്ടിന് താഴ്ത്തി മുണ്ടുടുക്കുന്നതിനോ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ഈ അവർണർ വല്ല സ്ഥലങ്ങളിലും ഒളിച്ച് പതുങ്ങിയിരുന്ന് കൃഷി ചെയ്ത് കാലം കഴിച്ചു വരുമ്പോൾ ആ ഭൂമി ഫലപുഷ്ടിയുള്ളതായി കണ്ടാൽ നായന്മാരും പിള്ളമാരും ഓടിയെത്തി നികുതി ആവശ്യപ്പെടും. മുന്നറിവില്ലാത്തതുകൊണ്ട് ആ സാധുക്കളുടെ കൈവശം രാജഭോഗത്തിന് ആവശ്യമുള്ള യാതൊന്നും ഉണ്ടായിരിക്കുകയില്ല. കരം ആവശ്യപ്പെടുന്നതും വസ്തുവിൽ നിന്ന് അവരെ പിരിച്ചയക്കുന്നതും ഒരു ദിവസം കൊണ്ട് കഴിയും. വീണ്ടും ആ സാധുക്കൾ കൃഷിസ്ഥലങ്ങൾ അന്വേഷിച്ച് അടുത്ത ദിക്കിലെത്തും. അവിടെയും ഇത് തന്നെ ഗതി. ഇപ്രകാരമുള്ള ശോച്യാവസ്ഥ 926 രാമയ്യൻ ദളവ കണ്ടെഴുത്ത് ഏർപ്പെടുത്തി വസ്തുക്കളെ ലക്കം തിരിച്ച് കരം നിശ്ചയിക്കുന്നതുവരെ നടന്നുകൊണ്ടിരുന്നു. ഈ കണ്ടെഴുത്ത് കാലത്ത് കൃഷി ചെയ്തു വന്ന നല്ല നിലം പുരയിടങ്ങളെല്ലാം നായന്മാരുടെയും പിള്ളമാരുടെയും കൈവശത്തായി. തരിശു ഭൂമികളെല്ലാം അവർണർക്ക് വില കൂടാതെ പതിച്ചു കൊടുത്ത് കരം ചുമത്തി. എ മാതാവടിയാർ ദേവസഹായം പിള്ള ചരിത്രം ആമുഖോപന്യാസം. വർണ്ണവ്യവസ്ഥയിൽ ഉൾപ്പെടാത്ത പാവപ്പെട്ട മനുഷ്യർ ഏതെങ്കിലും കാട്ടിനകത്ത് ചെന്ന് കഷ്ടപ്പെട്ട് കാടൊക്കെ വെട്ടി വൃത്തിയാക്കി കൃഷിസ്ഥലമാക്കി മാറ്റിയാൽ അത് പിടിച്ചെടുത്ത് സ്വന്തമാക്കുകയായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ശൂദ്രന്മാരുടെ പണി. അവരുടെ പണി അതായിരുന്നു. ഒരു മനസാക്ഷിക്കുത്തും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഈ പാവങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തതല്ലേ എന്ന് ഒരു ചിന്തയുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം മനുസ്മൃതിയാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് അവരോട് എങ്ങനെ ഇടപെടണം, അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ശ്ലോകം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാം. ഒന്നല്ല, രണ്ടെണ്ണം. മനുസ്മൃതി 10:51-52 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ചണ്ടാലന്മാർക്കും ശോഭനന്മാർക്കും ഗ്രാമത്തിന് പുറത്തായിരിക്കണം പാർപ്പിടം. അവർക്ക് ലോഹപാത്രത്തിൽ ആഹാരം കൊടുക്കരുത്. നായയും കഴുതയുമാണ് അവരുടെ സ്വത്ത്. അവർക്ക് ഉടുക്കാൻ ശവത്തിന്മേലിട്ട തുണികൾ, ആഹാരം പൊട്ടിയ പാത്രങ്ങളിൽ, ആഭരണം ഇരുമ്പ് കൊണ്ടുള്ളവ. അവരെപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. ഈ 52-ാമത്തെ ശ്ലോകത്തിൻ്റെ അവസാനം പറയുന്നത് അവർ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ്. മനു അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. സ്ഥിരമായ ഒരു വാസസ്ഥലത്തിൻ്റെ സുരക്ഷിതത്വം ഈ കൂട്ടർക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നുള്ളത് കൊണ്ടാണ് മനു അങ്ങനെ ഒരു കൽപ്പന ഈ മനുസ്മൃതിയിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അവരെപ്പോഴും നാടോടികളായി അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കേണ്ടവരാണ്. അവർ ഏതെങ്കിലും ഒരിടത്ത് സെറ്റിൽ ചെയ്ത് ജീവിതം മെച്ചപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഒരു ജീവിത പുരോഗതി അവർക്കുണ്ടാകുവാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. അങ്ങനെ അവരെവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായി കണ്ടാൽ അവിടെ നിന്ന് അവരെ ഓടിപ്പിച്ചു വിടണം. അവരെപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ടവരാണ്. അപ്പോൾ മനുസ്മൃതിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് മനുസ്മൃതി അനുസരിച്ച് ഭരണം നടത്തുന്ന ഹിന്ദുരാഷ്ട്രത്തിനകത്തെ ഉദ്യോഗസ്ഥന്മാരായ നായന്മാരും പിള്ളമാരുമൊക്കെ ഈ അവർണർ കഷ്ടപ്പെട്ട് കാട് വെട്ടിത്തെളിച്ചുണ്ടാക്കിയെടുത്ത സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അവരെ ഇറക്കിവിടാൻ യാതൊരു മനസാക്ഷിക്കുത്തും അവർക്ക് ഇല്ലാതിരുന്നത്. ഇതാണ് ഹിന്ദുരാഷ്ട്രം വന്നാൽ അവർണർക്കും ദളിതർക്കും ഉള്ള സ്ഥിതി, അവരുടെ ഗതി, അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്ന അവരുടെ വിധി അതാണ്. ആർഷ സംസ്കാരത്തിന് വേണ്ടി ജയ് വിളിക്കാൻ നടക്കുന്ന എല്ലാ അവർണ സംഖ്യകളും ദളിത് സംഖ്യകളും ആദിവാസി സംഖ്യകളും ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ മിഷണറിയായി വളരെ വർഷങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ച സാമുവൽ മെറ്റ്യൂർ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ദ നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ മലയാള പരിഭാഷയുണ്ട്. ഞാൻ കണ്ട കേരളം എന്ന പേരിൽ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകം പുറത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അജീഷ് ബ്രദറിനോട് ചോദിച്ചാൽ ആ പുസ്തകം കിട്ടുന്നതാണ്. സാമുവൽ മെറ്റ്യൂർ അവർണരോടും ആദിവാസികളോടുമുള്ള ഇത്തരം ക്രൂരതകൾ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹം കിഴക്ക് മലമ്പ്രദേശങ്ങളിൽ മലയരയന്മാരുടെ ഇടയിലൊക്കെ സുവിശേഷമായിട്ട് ചെന്ന ആളാണ്. അവർക്ക് വേണ്ടി സ്കൂളുകളും മറ്റുമൊക്കെ പണിതിട്ടുള്ള ആളാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അറിയാം. ആ നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം അവർക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. മുൻകാലങ്ങളിൽ ഈ മലവർഗക്കാരെ അവരുടെ ഭരണാധികാരികളും പ്രബലരായ അയൽക്കാരും ക്രൂരമായി തുരത്തി ഓടിക്കുകയും കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഫലമൊന്നുമില്ലാതെ ഒരു നിശ്ചിത അളവിലുള്ള മെഴുകും തേനും ക്ഷേത്രങ്ങൾക്ക് വിറകും ഓരോരുത്തരും എത്തിച്ചു കൊടുക്കണമെന്ന് സർക്കാർ നിബന്ധന ചെയ്തിരുന്നു.
അതോടൊപ്പം മാനപിടുത്തത്തിൽ സൗജന്യമായി സഹായിക്കുകയും വേണമായിരുന്നു. അതേസമയം ഭൂനികുതി കൊടുക്കുന്നതിൽ നിന്നും അവരെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ കാണിക്കാർ സ്വതന്ത്രരായിരുന്നുവെങ്കിലും 10 കൊല്ലങ്ങൾക്കുള്ളിൽ മരിച്ചുപോയവരുൾപ്പെടെ എല്ലാ പുരുഷന്മാർക്കും തലവരിയും സാധാരണ ഭൂനികുതികൾക്ക് പുറമെ പാട്ടവും ഫലവൃക്ഷങ്ങൾക്ക് നികുതിയും നൽകുവാൻ ബാധ്യസ്ഥരായി. അതിനു പുറമെ താഴെത്തട്ടിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അവരെ ഞെക്കിപ്പിഴിയുകയും പതിവായിരുന്നു. മലകളിൽ നിന്നും തുറമുഖത്തെത്തിക്കാനുള്ള ഏലം കൂലിയില്ലാതെ ചുമക്കാൻ ഉദ്യോഗസ്ഥർ മലയരയരെ പിടിച്ചുകൊണ്ടുപോകുമായിരുന്നു. പുരുഷന്മാർ ഒളിവിൽ പോകുന്ന പക്ഷം അവരുടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോവുകയും മർദ്ദിക്കുകയും തടവിലാക്കുകയും വെയിലത്തും മഴയത്തും നിർത്തുകയും എല്ലാത്തരം ഹീനതകളും പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. നികുതി പിരിവുകാർ കന്നുകാലികളെ കൊല്ലുന്നതും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതും പതിവായിരുന്നു. തലമുറകളായി തങ്ങളുടെ പ്രപിതാമഹന്മാർ വിയർപ്പൊഴുക്കിയ മണ്ണിൽ നിന്നും മർദ്ദിച്ചോടിക്കുന്നതായിരുന്നു ഇവയേക്കാളെല്ലാം ദുഃഖകരം. അയൽ പ്രദേശങ്ങളിൽ പാർക്കുന്ന മുഹമ്മദിയർ തൊടുപുഴയിലെ അരയരെ ഇന്നും വളരെയധികം പീഡിപ്പിക്കുന്നതായി അറിവായിട്ടുണ്ട്. മുണ്ടപ്പള്ളി ഭരിച്ചിരുന്ന പുണിയാട്ട് രാജയ്ക്ക് അവർ തലവരി, ഈ തലവരി എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ പ്രാപ്തിയാകുന്ന ഏതൊരു വ്യക്തിയും 2 ചക്രം രാജാവിന് നികുതിയായിട്ട് കൊടുക്കണം. അവൻ ജോലി ചെയ്തോ ഇല്ല എന്നുള്ളതൊന്നും വിഷയമല്ല. അവൻ അത്രയും വളർച്ച എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു 13 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ചക്രം വെച്ച് രാജാവിന് കൊടുത്തയക്കണം. അതാണ് തലവരി. ആ തലവരിയും സമാനമായൊരു തുക ഹാജർ പണമായും നൽകണമായിരുന്നു. കൂടാതെ പഴങ്ങളും പച്ചക്കറികളും മറ്റ് സേവനങ്ങളും സൗജന്യമായി നൽകേണ്ടതുണ്ടായിരുന്നു. പണം കൈവശമുണ്ടെങ്കിൽ അത് കടമായി നൽകാൻ അവർ നിർബന്ധിക്കപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ഈ ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ സ്ഥിതി അടിമകളുടേതിനേക്കാൾ ശോചനീയമായിരുന്നു. സാമുവൽ മെറ്റിർ, ഞാൻ കണ്ട കേരളം, പേജ് 104, 105. തീർന്നിട്ടില്ല കേട്ടോ, വേറൊരു സംഗതിയും കൂടി ഉണ്ടായിരുന്നു. ഈ ഹർഷഭാരതത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന് പറയുന്ന ആ ഹിന്ദു രാഷ്ട്രത്തിനകത്തുണ്ടായിരുന്ന കലാപരിപാടികളാണ്. അതിലൊന്നാണ് ഊഴിയവേല. ഊഴിയവേല എന്ന് പറഞ്ഞാൽ നിർബന്ധിത ജോലിയാണ്, യാതൊരു കൂലിയും കിട്ടുകയില്ല. പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി പോയിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കിട്ടുകയില്ല, പട്ടിണി കിടന്ന് പണിയെടുക്കേണ്ടി വരും. ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തുക അനുവദിച്ചിട്ടുണ്ടായിരിക്കും. ഊഴിയ വേലക്കാർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത്ര തുക എന്ന് പറഞ്ഞ്, ഇത്ര ചക്രം എന്നൊക്കെ, അല്ലെങ്കിൽ ഇത്ര പണം എന്ന് പറഞ്ഞ് അനുവദിച്ചിട്ടുണ്ടാകും. പക്ഷേ ഉദ്യോഗസ്ഥന്മാരത് വിഴുങ്ങും. അതുകൊണ്ട് ഇവർ പട്ടിണി കിടന്ന് പണിയെടുക്കേണ്ടി വരും. സാമുവൽ മെറ്റീറിൻ്റെ ഞാൻ കണ്ട കേരളം പേജ് 452 മുതൽ 454 വരെയുള്ള ഭാഗത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സുദീർഘമായ ഭാഗമായതുകൊണ്ട് ഞാൻ മൊത്തം വായിക്കുന്നില്ല. എങ്കിലും അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ സംക്ഷിപ്തമായി നിങ്ങളോട് പറയാം. അനാവശ്യമായിട്ട് പാവപ്പെട്ടവരിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ ഓരോന്ന് പിടിച്ചെടുക്കും. ഉദാഹരണത്തിന് വള്ളങ്ങൾ. അക്കാലത്തെ യാത്രാ മാർഗം എന്ന് പറയുന്നത്, ഗതാഗത മാർഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വള്ളങ്ങളായിരുന്നു. പിന്നെ കാളവണ്ടിയൊക്കെ ഉണ്ട്, പക്ഷെ പ്രധാനമായിട്ടും വള്ളങ്ങളാണ്. അപ്പോൾ സർക്കാരിൻ്റെ കാര്യങ്ങൾ വന്നാൽ ഈ വള്ളക്കാരുടെ വള്ളങ്ങൾ പിടിച്ചെടുത്ത് സർക്കാർ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തിരുവിതാംകൂറിൽ നിയമം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് സർക്കാരിൻ്റെ വല്ല ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇലക്ഷൻ പോലെയുള്ള എന്തെങ്കിലും കാര്യമൊക്കെ വന്നാൽ, ഈ ടാക്സി, നമ്മുടെ നാട്ടിലെ ടാക്സി സർക്കാർ വാടകയ്ക്ക് എടുക്കും. ടാക്സി ഓടിക്കാനായിട്ട് സർക്കാർ വിളിക്കും. ടാക്സി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സിനും വാടക കിട്ടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഈ വള്ളങ്ങളൊക്കെ പിടിച്ചെടുക്കും സർക്കാരിന് വേണ്ടിയിട്ട്, പിന്നെ വള്ളം ഉപയോഗിക്കുകയാണ്. പക്ഷേ അവർക്ക് കൂലിയൊന്നുമില്ല. ദിവസങ്ങളോളം നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇപ്പോൾ ടാക്സി പിടിച്ചെടുത്തതിന് ശേഷം ദിവസങ്ങളോളം ടാക്സി ഓടുന്നു, സർക്കാരിന് വേണ്ടി ടാക്സി ഓടുന്നു. ദിവസങ്ങളോളം ഓടിക്കഴിഞ്ഞതിന് ശേഷം ആ കാലി ഡീസൽ ടാങ്കുമായിട്ട് ടാക്സിക്കാരനെ പറഞ്ഞയക്കുന്നു. 5 പൈസ പോലും അവന് കൊടുക്കുന്നില്ല. ഇത്ര നാളും വണ്ടി ഓടിയതിൻ്റെ കൂലിയോ ഒന്നുമില്ല, വെറുതെ അങ്ങ് പറഞ്ഞയക്കുകയാണ്. എങ്ങനെയുണ്ടാകും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അത്തരമൊരവസ്ഥയാണ് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത്. പൊതുകാര്യങ്ങൾക്ക് ആവശ്യമായതിലും കൂടുതൽ വള്ളങ്ങൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുകയും അനാവശ്യമായി ദിവസങ്ങളോളം അത് കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്യുമായിരുന്നു. അവർ സൂക്ഷിക്കും. ചില സമയത്ത് യാതൊരു ആവശ്യമില്ലെങ്കിലും ഇതുപോലെ വള്ളങ്ങളും കാളവണ്ടികളും ഒക്കെ പിടിച്ചെടുക്കും. ഉദ്യോഗസ്ഥന്മാർ പിടിച്ചെടുത്ത് അവരുടെ കൈവശം സൂക്ഷിക്കും. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, കൈക്കൂലിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ വള്ളങ്ങളുണ്ടെങ്കിലേ ഇവർക്ക് ഉപജീവനമാർഗ്ഗമുള്ളൂ, പണിയെടുത്തെന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുകയുള്ളൂ. ഈ വള്ളം ഇവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വള്ളം തിരിച്ചു കിട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കണം. സാമുവൽ മെറ്റീറിൻ്റെ അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനാണെന്ന് ഓർക്കണം. മിഷണറിയാണ് ശരി, പക്ഷെ അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കാളവണ്ടി അടക്കവന്മാർ പിടിച്ചു വെച്ചു. അദ്ദേഹം പറയുന്നുണ്ട് അതിൽ, അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാളവണ്ടി അവർ പിടിച്ചെടുത്തു. അവസാനം സാമുവൽ മെറ്റീർ ദിവാന് നേരിട്ട് പരാതി കൊടുത്തു. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായതുകൊണ്ട് ദിവാൻ്റെ അടുക്കലേക്ക് പ്രവേശനം ഉണ്ടായി.
അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ വണ്ടി തിരിച്ചു കിട്ടിയത്. അത് സാമുവൽ മെറ്റീർ പറയുന്നുണ്ട്. പിന്നെ മദ്രാസ് ഗവർണറുടെ സന്ദർശനം, തിരുവിതാംകൂറിലേക്കുള്ള സന്ദർശനം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ചുമക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പിടിച്ചുകൊണ്ട് പോകും. ഇവർക്കൊന്നും കൂലിയില്ല, ഭക്ഷണം പോലും ഇല്ല, ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് കൊണ്ടുപോയിട്ട്. അപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഇവരെ കൂടുകളിലിട്ട് അടച്ചു വയ്ക്കും. സാമുവൽ മെറ്റീർ പറയുന്നതാ, അവരടച്ചിടുമായിരുന്നു. ചിന്തിച്ചു നോക്ക്, സ്വതന്ത്രരായി നടന്നിരുന്ന മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അടച്ചിടുകയാണ്. എന്തിന്? ഓടിപ്പോകാതിരിക്കാൻ. എന്നിട്ട് നേരം വെളുക്കുന്ന സമയത്ത് തുറന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കും. സാധനങ്ങളൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുവരാൻ, ചുമക്കാനായിട്ട് ഇവരെ ഉപയോഗിക്കും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീണ്ടും കൂട്ടിക്കൊണ്ടുപോയി അടച്ചിടുന്നു. ഹിന്ദുരാഷ്ട്രത്തിനകത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രജകളുടെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. മെറ്റീർ അതിനകത്ത് ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു വാചകം എങ്ങനെയാണ് പറഞ്ഞത്? പിടികൂടി നിർബന്ധിത ജോലി ചെയ്യിക്കുമെന്ന ഭയം മൂലം തോണിക്കാരും കാളവണ്ടിക്കാരും ഓടി രക്ഷപ്പെടുന്നുവെന്ന്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുകയാണ്. ഹിന്ദുരാഷ്ട്രത്തിനകത്ത് ഹിന്ദുക്കളായിരിക്കുന്ന പ്രജകൾ ഹിന്ദു ഭരണാധികാരിയുടെ ഉദ്യോഗസ്ഥന്മാർ വരുന്നത് കാണുമ്പോൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. ഇവരൊക്കെ കാത്തിരിക്കുന്ന ഹിന്ദുരാഷ്ട്രം വന്നാലുണ്ടാകുന്ന അവസ്ഥയാണ് ഇതൊക്കെ. എല്ലാ തരത്തിലുള്ള പീഡനത്തിനും ചൂഷണത്തിനും നിർബന്ധിത ജോലിയെ ഒരു മറയായിട്ട് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കുന്നു എന്ന് മെറ്റീർ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ നിർബന്ധിത ജോലിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ഒഴിവാക്കി വിടും. ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. 1891 ഈ പൂന്തുറയിലുള്ള ഒരു റോമൻ കത്തോലിക്ക വൈദികൻ ദിവാന് നൽകിയ ഒരു കത്തിൽ, വെറും കത്തല്ല, ഒരു പരാതിയാണത്. ആ കത്തിനകത്ത് മഹാരാജാവിൻ്റെ യാത്രയ്ക്ക് വള്ളങ്ങൾ ആവശ്യമായിട്ട് വന്നപ്പോൾ പൂന്തുറയിലെ ജനങ്ങൾ 35 പണം കൈക്കൂലിയായി നൽകേണ്ടി വന്ന കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. 35 പണം കൈക്കൂലിയായിട്ട് കൊടുക്കേണ്ടി വന്നു. അതുപോലെ വിഴിഞ്ഞത്ത് എന്നിട്ട് 14 വള്ളങ്ങളാണ് ആവശ്യപ്പെടുന്നത്. സർക്കാരിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് 14 വള്ളങ്ങൾ വേണമെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ ചെന്നിരിക്കുന്നു. പക്ഷേ ആ ഗ്രാമക്കാർ, വിഴിഞ്ഞത്തുള്ളവർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു. കൈക്കൂലി കൊടുത്തപ്പോൾ അത് വെറും 2 വള്ളങ്ങളായി കുറഞ്ഞു. 2 വള്ളങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. സർക്കാർ ആവശ്യത്തിനാണ്, അന്നത്തെ നിയമം അനുസരിച്ച് ഇങ്ങനെ പിടിച്ചെടുക്കാം. 2 വള്ളങ്ങളെ ആവശ്യമുള്ളൂ. പക്ഷെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് 14 വള്ളങ്ങളാണ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വിധത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന, ഞെക്കിപ്പിഴിയുന്ന പരിപാടിയാണ് ഉണ്ടായിരുന്നത് ഹിന്ദുരാഷ്ട്രത്തിനകത്ത്. ഈ തോണിക്കാർക്കാണെങ്കിൽ നിർബന്ധിത ജോലി ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ല. കാരണം നിരവധി ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് അകന്ന് ദൂര സ്ഥലത്ത് പോയിട്ട് പട്ടിണി കിടന്ന് ജോലി ചെയ്യണം. പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കണം. പ്രതിഫലം ഒന്നും കിട്ടുകയില്ല, വെറും കൈയായിട്ട് പറഞ്ഞയക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവർ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഓടിപ്പോകുന്നത്. അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ തോണിക്കാർ ഓടി സ്ഥലം വിട്ട് കളഞ്ഞാൽ അവരേത് ഗ്രാമത്തിലുള്ളവരാണോ ആ ഗ്രാമത്തിന് മൊത്തമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പിഴ ചുമത്തും. പിഴ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ റെസീറ്റ് കുറ്റി അനുസരിച്ചുള്ള പിഴയല്ല, കൈക്കൂലിയാണ്. ഇത്ര പണം തന്നേക്കണം ഗ്രാമത്തിലുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പിഴ ചുമത്തുകയാണ്. അപ്പോൾ ഗ്രാമത്തലവൻ ആ പിഴ കൊടുക്കണം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗ്രാമീണർ തടവും അനുഭവിക്കണം, പിന്നെ പിഴയും. ആ പിഴ എന്ന് പറഞ്ഞാൽ കൈക്കൂലി പിഴയല്ല, റെസീറ്റ് കുറ്റിയൊക്കെ അനുസരിച്ച്, എന്ന് വെച്ചാൽ നിയമപ്രകാരമുള്ള പിഴ, അതും അടയ്ക്കണം, തടവി കെടുക്കുകയും വേണം. അപ്പോൾ ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗ്രാമീണർ ഇവർ പറയുന്ന കൈക്കൂലി കൊടുത്ത് ഒഴിവാക്കി വിടും. അതുപോലെ ക്രിസ്ത്യാനികൾ, അവിടെ തീരപ്രദേശങ്ങളിലുള്ള കാത്തലിക്സായ ആളുകൾ, അവർ ദരിദ്രരാണ്, പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ മീൻ പിടിക്കാൻ പോയി വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് റെസിഡൻറ്റിന് വേണ്ടിയിട്ട്, റെസിഡൻറ്റിൻ്റെ തീന്മേശയിലേക്കെന്നും പറഞ്ഞുകൊണ്ട് അവർ പിടിച്ചുകൊണ്ട് വരുന്നതിൽ നല്ല മുഴുത്ത മീനുകളൊക്കെ ഇവർ എടുത്തുകൊണ്ട് പോകും. ഇത് റെസിഡൻറ്റിന് വേണ്ടിയുള്ളതാണെന്നും പറഞ്ഞിട്ട് 5 പൈസ കൊടുക്കുകയില്ല, വെറുതെ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് തികഞ്ഞ ഒരു ഹിന്ദുരാഷ്ട്രമായിരുന്ന തിരുവിതാംകൂറിലെ അവർണരും അഹിന്ദുക്കളുമായ പ്രജകൾ അനുഭവിച്ചിരുന്ന ജീവിതം. എന്നാൽ അതിൻ്റെ അപ്പുറത്ത്, തൊട്ടപ്പുറത്ത് അഞ്ചുതെങ്ങ് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. അഞ്ചുതെങ്ങ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ അന്ന് അത് ഹിന്ദുരാഷ്ട്രമായ തിരുവിതാംകൂറിൽ ഉൾപ്പെട്ടതായിരുന്നില്ല. തിരുവിതാംകൂർ രാജ്യത്തിൽ ഉൾപ്പെട്ടതായിരുന്നില്ല അഞ്ചുതെങ്ങ്. ആ അഞ്ചുതെങ്ങിനെ ഭരിച്ചിരുന്ന ആരാണെന്നറിയാമോ? അത് ഹീനന്മാരും മ്ലേച്ഛന്മാരും ക്രൂരന്മാരും കൊള്ളക്കാരും ചൂഷകരുമായിരുന്ന ബ്രിട്ടീഷുകാരാണ് അഞ്ചുതെങ്ങിനെ ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അഞ്ചുതെങ്ങ്. 1673 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പണ്ടകശാല തുറന്നതോടെ അഞ്ചുതെങ്ങിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു. 1673 അന്ന് തിരുവിതാംകൂറൊന്നും ഇല്ല കേട്ടോ, വേനാട് എന്ന് പറയുന്ന നാട്ടുരാജ്യമാണുള്ളത്. ആ സമയത്താണ് ഇവരവിടെ വന്ന് 1684
ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടെ ബ്രിട്ടീഷുകാർ ആ സ്ഥലം അവരുടെ സ്വന്തമാക്കി. 1690 അവിടെ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് കിട്ടി. 1729 ആയപ്പോൾ തിരുവിതാംകൂർ സംസ്ഥാനത്തെ കുരുമുളകിൻ്റെ കുത്തക ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചതോടെ അഞ്ചുതെങ്ങിൻ്റെ പ്രാധാന്യം വളരെ ഗണ്യമായിട്ട് വർദ്ധിച്ചു. എന്നാൽ പിന്നീട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടതോടെ അഞ്ചുതെങ്ങിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. ഈ ബ്രിട്ടീഷുകാരിവിടെ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് അഞ്ചുതെങ്ങ് ബ്രിട്ടീഷുകാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. പക്ഷേ മൊത്തം ഇന്ത്യ, അല്ലെങ്കിൽ നല്ലൊരു ഭാഗം, ഇന്ത്യയുടെ നല്ലൊരു ഭാഗം അവരുടെ കയ്യിൽ വന്നപ്പോൾ പിന്നെ ഈ ഒരു ചെറിയ പ്രദേശം അത് വലിയ കാര്യമായിട്ട് അവർക്ക് തോന്നിയിരുന്നില്ല. എങ്കിലും ആ പ്രദേശം ബ്രിട്ടീഷുകാരാണ് ഭരിച്ചു വന്നിരുന്നത്. ഇപ്പം നമ്മുടെ മാഹി പോലെ കേരളത്തിൻ്റെ അകത്ത്, കേരളത്തിൽ ഉൾപ്പെടാത്തൊരു പ്രദേശം, അതുപോലെയാണ് തിരുവിതാംകൂറിനകത്ത്, എന്നാൽ തിരുവിതാംകൂറിൽ ഉൾപ്പെടാത്ത ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശം. 1895 ആയപ്പോഴേക്കും ഈ പ്രദേശം തിരുവിതാംകൂറിന് വിട്ടുകൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാർ ചിന്തിച്ചു. കാരണം അവർക്കതൊരു അധിക ചിലവായിട്ട് തോന്നി. ഇതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെക്കണം, അവിടെ ഭരണം നടത്താനും മറ്റുമൊക്കെ ആയിട്ട്. പഴയതുപോലെ ആ അഞ്ചുതെങ്ങ് കച്ചവടത്തിന് അത്ര വലിയ ഇതൊന്നുമില്ല. കാരണം ഇപ്പുറത്ത് വേറെ തുറമുഖങ്ങളൊക്കെ ഉണ്ട് അവർക്ക്, ഇന്ത്യയുടെ മറ്റ് പല തുറമുഖങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഈ അഞ്ചുതെങ്ങിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതങ്ങോട്ട് ഇവർക്ക് വിട്ടുകൊടുക്കാം, തിരുവിതാംകൂർക്ക് അങ്ങ് വിട്ടുകൊടുക്കാമെന്നവർ ചിന്തിച്ചു. അങ്ങനെ ഏകദേശം 1598 ആയപ്പോഴേക്കും ഈ അഞ്ചുതെങ്ങ് തിരുവിതാംകൂറിൽ ലയിപ്പിക്കാൻ ഏതാണ്ട് തീരുമാനമായി. അപ്പോൾ അഞ്ചുതെങ്ങിൻ്റെ ഭരണാധികാരികൾ, ഞാൻ പറഞ്ഞല്ലോ അത് ഹിന്ദുരാഷ്ട്രമല്ല, ഹിന്ദുരാഷ്ട്രത്തിൽ ഉൾപ്പെട്ടതല്ല, അതിൻ്റെ ഭരണാധികാരികൾ ഹിന്ദുക്കളല്ല, അത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരന്മാരായ ദുഷ്ടന്മാരായ ബ്രിട്ടീഷുകാരാണ്, അവരാണത് ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്തു. നമ്മുടെ നല്ലവരിൽ നല്ലവരായ ഹൈന്ദവ ഭരണാധികാരികൾ ആരും ഒരിക്കലും ചെയ്യാത്തതായൊരു കാര്യം അതവർ ചെയ്തു. അവർ അഞ്ചുതെങ്ങിലുള്ള ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ തീരുമാനിച്ചു. ഈ പ്രദേശം തിരുവിതാംകൂറിൽ ലയിക്കുന്ന കാര്യത്തിൽ, അതിനെ ലയിപ്പിക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കാൻ തീരുമാനിച്ചു. കാരണം അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ ആ സ്ഥലം മാത്രമല്ല, ഭൂമി മാത്രമല്ല, അതിനകത്തുള്ള ജനങ്ങളെയും കൂടിയാണ് വിട്ടുകൊടുക്കുന്നത് തിരുവിതാംകൂറിലേക്ക്. പിന്നെ ആ ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലല്ല, തിരുവിതാംകൂർ ഭരണത്തിൻ്റെ കീഴിലായിരിക്കും. അപ്പോൾ ആ ജനങ്ങളുടെ അഭിപ്രായം അറിയണമല്ലോ, അവരുടെ വിധിയാണല്ലോ, അവരുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർക്കും അതിനകത്തൊരു പങ്ക് വേണം. അതുകൊണ്ട് നമ്മൾ ഭരണാധികാരികൾ തീരുമാനിച്ചാൽ പോരാ, ജനങ്ങളുടെ അഭിപ്രായം അറിയണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അവർ ക്രൂരന്മാരും ദുഷ്ടന്മാരുമായതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്. നമ്മുടെ ഹൈന്ദവ ഭരണാധികാരികളാണെങ്കിൽ അങ്ങനെയുള്ള തീരുമാനമൊന്നുമില്ല, നേരിട്ട് അങ്ങോട്ട് ലയിപ്പിക്കണം, അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇങ്ങനത്തെ ഒരു സ്ഥിതി വരുമ്പോൾ, ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളുടെ അഭിപ്രായം എന്തായിരിക്കും? ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് ഇതിനെ ലയിപ്പിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, വിദേശികളായ ബ്രിട്ടീഷുകാർ, ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ. അപ്പോൾ അവരുടെ ഭരണത്തിൻ്റെ കീഴിലിരിക്കുന്നതാണോ അതോ ഹിന്ദു രാഷ്ട്രത്തിൽ ചേരുന്നതാണോ? ഏതാണ് ഹിന്ദുക്കൾക്ക് നല്ലത്? ഹിന്ദുക്കളുടെ അഭിപ്രായം എന്തായിരിക്കും? അങ്ങനെ ഒരു സർവേ നടത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ എന്തായിരിക്കും അവർ പറയുക? സാധാരണഗതി നമ്മൾ ചിന്തിക്കുന്നത് ഹിന്ദുമത പ്രമാണ ഗ്രന്ഥങ്ങളനുസരിച്ച് ഭരണം നടത്തുന്ന തികഞ്ഞ ഹിന്ദുരാഷ്ട്രമായ ആ തിരുവിതാംകൂറിലേക്ക് ചേരാനാണ്, അതിലേക്ക് ചേരാനാണ് ഹിന്ദുക്കൾ ആഗ്രഹിക്കുക. അല്ലാതെ കണ്ണിച്ചോരയില്ലാത്ത ക്രൂരന്മാരും ദുഷ്ടന്മാരും ഹിന്ദുമത ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് മ്ലേച്ഛന്മാരുമായ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിൽ തുടരാനായിരിക്കില്ല അവർ ആഗ്രഹിക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുക. ബ്രിട്ടീഷുകാരുടെ ക്രൂര ഭരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഹിന്ദുരാഷ്ട്രത്തിനകത്ത് ചേർന്നാൽ മതി. അങ്ങനെ ചേരാനുള്ളൊരു സുവർണാവസരമാണ് അഞ്ചുതെങ്ങിലെ ഹിന്ദുക്കളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പക്ഷേ എന്താണ് പറഞ്ഞതെന്നറിയാമോ അവിടുത്തെ ജനങ്ങൾ? അതിൻ്റെ ചരിത്രരേഖ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിലെ ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം പത്രത്തിൽ വന്നിരുന്നു. മലയാള മനോരമ 1898 ജൂൺ മാസത്തിലെ മനോരമ പത്രത്തിൽ അത് വന്നിട്ടുണ്ട്. ആ പത്രത്തിൽ വന്ന ആ കാര്യം പി ഭാസ്കരൻ ഉണ്ണിയുടെ കേരളം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ 214-ാമത്തെ പേജാണ്. ആ പേജിലത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വാർത്ത വായിക്കാം. 1898 ജൂൺ 21-ാം തീയതി രാത്രി 8 മണിക്ക് പ്രസിഡന്റ് സായിപ്പ് അവർകൾ ഇവിടെ വന്നിരുന്ന സമയം ഇവിടെയുള്ള എല്ലാ പ്രജകളെയും വരുത്തി ഈ സ്ഥലം തിരുവിതാംകൂറിലേക്ക് വിട്ടുകൊടുക്കുന്നത് സമ്മതം തന്നെയോ എന്ന് ചോദിച്ചു. അതിലേക്ക് ഇവിടെയുള്ളവർ ബോധിപ്പിച്ച സമാധാനം താഴെ വരുന്ന പ്രകാരമാണ്. ഞങ്ങൾ മഹാരാജ്ഞി, ഇവിടെ മഹാരാജ്ഞി എന്ന് പറയുന്നത് ആറ്റിങ്ങൽ രാജ്ഞിനൊന്നല്ല കേട്ടോ,
വിക്ടോറിയ രാജ്ഞിനെയാണ്, ബ്രിട്ടൻ്റെ രാജ്ഞിയായിരിക്കുന്ന വിക്ടോറിയ രാജ്ഞിയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ മഹാരാജ്ഞി അവர்களுടെ രാജ്യത്തിൽ ജനിച്ചു വളർന്ന് അവധിയില്ലാത്ത സുഖങ്ങൾ അനുഭവിക്കുന്നു. അവധിയില്ലാത്ത സുഖങ്ങൾക്ക് അവധിയില്ല എന്നാണ് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ. ഞങ്ങളുടെ ഗവൺമെൻറ് ബ്രാഹ്മണർ, ശൂദ്രർ, ഈഴവർ, പറയൻ എന്നിങ്ങനെ നോക്കാതെ എല്ലാ പേരെയും ഒരുപോലെ ന്യായമായി സംരക്ഷണ ചെയ്തു വരുന്നു. എല്ലാവർക്കും യോഗ്യത അനുസരിച്ച് എല്ലാ ഉദ്യോഗങ്ങളും കൊടുക്കുന്നു. കച്ചേരി മുതലായ സ്ഥലങ്ങളിലും മറ്റും എല്ലാ ജാതിക്കാർക്കും ഒന്നുപോലെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഗവൺമെൻറ് മേൽപ്പറഞ്ഞ സ്ഥലവും മറ്റും ബ്രാഹ്മണർക്കും ശൂദ്രർക്കും തീറുകൊടുത്തിട്ടില്ല. ആരെയും അടിമകളെപ്പോലെ വിചാരിക്കുന്നില്ല. തിരുവിതാംകൂറിൽ താണജാതിക്കാർക്ക് ഒരു ശിപായി പണി പോലും നേരെ കിട്ടുന്നതല്ല. അവിടെ അനുഭവിക്കുന്ന സങ്കടത്തിന് കണക്കില്ല. അതിനാൽ മഹാരാജ്ഞി അവர்களுടെ പ്രജകളായ ഞങ്ങൾ തിരുവിതാംകൂട്ടെ പ്രജകളായ ബ്രാഹ്മണ ശൂദ്രന്മാർക്ക് അടിമകളായി തീരുന്നത് വളരെ സങ്കടമാണ്. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സുഖത്തിനും സായിപ്പ് അവർകൾ തന്നെ ഒരു നല്ല ദൃഷ്ടാന്തമാകുന്നു. ഇപ്പോൾ ഞങ്ങൾ പിതാക്കന്മാരുടെ അടുക്കലെന്ന പോലെ നിർഭയമായി നിന്ന് ബോധിപ്പിക്കുന്നു. തിരുവിതാംകൂറിൽ ഒരു തഹസീൽദാരുടെ എന്ന് വേണ്ട, ഒരു ശിപായിയുടെ മുന്നിൽ പോലും ഇങ്ങനെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. ഇതാ ജനങ്ങളുടെ അഭിപ്രായമാണ്. അഞ്ചുതെങ്ങിലുള്ള ഹിന്ദുക്കളായിരിക്കുന്ന ആളുകളുടെ അഭിപ്രായമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ആർഷ സംസ്കാരം തിരികെ കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ ഹിന്ദുക്കളെയും നോക്കി ഞാൻ പറയട്ടെ, 19-ാം നൂറ്റാണ്ടിലെ അഞ്ചുതെങ്ങിലെ സാധാരണക്കായ ഗ്രാമീണർക്കുണ്ടായിരുന്ന വിവേകമോ തിരിച്ചറിവോ പോലും 21-ാം നൂറ്റാണ്ടിലെ പ്രബുദ്ധരെന്ന് പറഞ്ഞ് നടക്കുന്ന വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളത് തിരിച്ചു കൊണ്ടുവരണം. ആർഷ സംസ്കാരം മഹത്തരമായിരുന്നു, അത് മടക്കി കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകണമെന്ന് നിങ്ങൾ വാദിക്കുന്നത് നിങ്ങൾക്ക് ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ഹിന്ദുരാഷ്ട്രം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പാലും തേനും ഒഴുകുന്ന രാഷ്ട്രമായിരിക്കില്ല. ബ്രാഹ്മണർ ഒഴികെ അവിടെ വേറെ ഒരു കൂട്ടർക്കും ഹിന്ദുരാഷ്ട്രത്തിനകത്ത് സന്തോഷത്തോടെയോ സമാധാനത്തോടെയോ ജീവിക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അഞ്ചുതെങ്ങിലെ ജനങ്ങളുടെ വാക്കുകൾ. അവർ പറഞ്ഞതേ, ഇത് ഈ ആർഷ സംസ്കാരമൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ആധുനികതയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലതും തോന്നും. അത് വലിയതായിരുന്നു, ചക്കയായിരുന്നു, മാങ്ങയായിരുന്നു, തേങ്ങയായിരുന്നു എന്നൊക്കെ. പക്ഷെ അന്ന് അതിനകത്ത് ജീവിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, അതിൻ്റെ അകത്ത് അതിൻ്റെ ഇരകളായി അതിൻ്റെ എല്ലാ നൃശംസതകളും അനുഭവിച്ച് ജീവിച്ചിരുന്ന ജനങ്ങൾ, അവർ നല്ല പച്ചയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് ഹിന്ദുരാഷ്ട്രം വേണ്ട, ഹിന്ദുരാഷ്ട്രത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞയക്കേണ്ട, ഞങ്ങളിവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ തന്നെ ഇരുന്നോളാം, ഞങ്ങൾക്കതാണ് നല്ലത് എന്ന് അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.